ആയിരുന്നു. എന്നാൽ നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിൽ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിൽ പ്രഗത്ഭനായ പ്രൊഫസർമാരുടെ കീഴിൽ ഞാൻ എന്റെ ഗവേഷണം ആരംഭിച്ചു. ഞാനൊരു 4-5 ഭാഷയിലാണ് പ്രവേശനം തുടങ്ങിയത്. എന്നാൽ 125 ഭാഷകളിൽ ഞാൻ ഗവേഷണം നടത്തി. നാഗ്പൂരിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ആർക്കൈവ്സിലും മ്യൂസിയത്തിൽ പോയി, ലൈബ്രറികളിൽ പോയി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കൂടുതൽ എന്റെ ഗവേഷണം ഞാൻ നടത്തിയത്. കാരണം ഇന്ത്യയിലെ പല കാര്യങ്ങളും, ആദ്യത്തെ വ്യാകരണവും ഒക്കെ ഓക്സ്ഫോർഡിലായിരിക്കുന്നത്. പിന്നെ 27 രാജ്യങ്ങളിലൂടെ പോകാൻ ദൈവം എനിക്ക് അവസരം ലഭിച്ചു. അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ നിരത്തിക്കൊച്ചുണ്ട് ഞാനൊരു PhD തീസിസ് ഉണ്ടാക്കി. അത് 850 പേജുണ്ട്. അതിനെ അടിസ്ഥാനമാക്കി ഞാനൊരു പുസ്തകം എഴുതി, ലെറ്റ് ദെയർ ബി ഇന്ത്യ, ദ ഇമ്പാക്ട് ഓഫ് ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. അത് ഇതിപ്പോ എക്സ്പെൻസീവ് ബുക്കാണ്, ഇതൊരു റിസർച്ച് ഗ്രന്ഥമാണ്. എന്നാൽ പൊതുവായിട്ട് വായിക്കുന്നതിന് വേണ്ടി ഞാൻ ലെറ്റ് ദെയർ ബി ഇന്ത്യ 200 പേജിൽ ഒരു പുസ്തകം ഇറക്കി. അതിന്റെ ആദ്യമായിട്ട് ഇന്ന് മലയാളത്തിൽ ഇറങ്ങി ചൂടോട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു 30 കോപ്പി മാത്രമാണ് വിമാനത്തിൽ കൊണ്ടുവന്നത്. അതാണ് ഇവിടെ ഇന്ന് ഇപ്പോ പ്രകാശനം ചെയ്തത്. അതിന്റെ തലക്കെട്ട് അല്പം പ്രകോപിപ്പിക്കുന്നത് തന്നെയാണ്. ആധുനിക ഭാരതം ബൈബിളിന്റെ സൃഷ്ടി ആണോ? ചിലർക്ക് തീരെ ഇഷ്ടപ്പെടത്തില്ല, എന്നാൽ അതാണ് ഞാൻ തെളിയിക്കാൻ പോവുകയാണ്. ഹിന്ദിയിൽ വെച്ച് തന്നെ തുടങ്ങാൻ നോക്കാം. ഇന്ത്യയിലെ 1652 ഭാഷ ഉണ്ട്. There are 1652 languages in this country. And we have script only in 230 languages. 230 ഭാഷകൾക്ക് മാത്രമാണ് ആധുനിക ലിപി ഉള്ളത്. ഈ ലിപി ആരാ നൽകിയത്? ശ്രീ വള്ളിക്കാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ എനിക്ക് വളരെ ബഹുമാനമാണ്. കാരണം എന്റെ സിസ്റ്റർ ഞങ്ങൾ കാണുന്നതിന് മുമ്പേ അദ്ദേഹത്തിന്റെ പുസ്തകം രാജ്യസമാജത്തെ കുറിച്ച് പ്രഗത്ഭമായ ഡോക്ടറേറ്റ് എഴുതിയാണ്. ഞാൻ പലർക്ക് വഴി അദ്ദേഹത്തെ എനിക്ക് കണ്ടതിൽ നിന്ന് വളരെ സന്തോഷമുണ്ട്. വി ആർ ഗോയിങ് ടു മീറ്റ് അഗെയിൻ. അദ്ദേഹം ഈ വിഷയങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പോവുകയാണെന്ന്. ഐ എം സോ ഡിലൈറ്റഡ് ദാറ്റ് യു ആർ ഹിയർ ദിസ് മോർണിംഗ് വിത്ത് us. റൈറ്റ് നൗ, ഹിന്ദി തന്നെ. there is no ഹിന്ദി ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്ത് ഹിന്ദി ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹിന്ദുസ്ഥാനി ഉണ്ടായിരുന്നു, പേർഷ്യൻ ഉണ്ടായിരുന്നു, ഉറുദു ഉണ്ടായിരുന്നു, അറബിക് ഉണ്ടായിരുന്നു, സംസ്കൃതം ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുവാൻ തദ്ദേശീയരായവരോ വിദേശീയരായവർക്കോ യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ പ്രാദേശിക ഭാഷകൾ, തദ്ദേശീയമായ ഭാഷകൾ, മാതൃഭാഷകൾ, വെർനാക്കുലർ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ, ദി സാൻസ്ക്രിറ്റിസ്റ്റ് പീപ്പിൾ, ദ ക്ലാസിസിസ്റ്റ് തോട്ട് ദാറ്റ് ഇറ്റ് ഈസ് മ്ലേച്ഛ ഭാഷ, ഇറ്റ്സ് ആൻ അബോമിനേഷൻ. ദേ നെവർ വാണ്ടഡ് ടു പ്രൊമോട്ട് ഇറ്റ്. ഹിന്ദി അതുപോലെ ആയിരുന്നു. അപ്പോ 1880 one missionary known as Samuel Henry Kellogg, he created Hindi out of 12 central Indian dialects. മധ്യപ്രദേശ് ആദ്യമായ സ്ഥലങ്ങളിലെ 12 തദ്ദേശീയ ബോലി ഭാഷകൾ സ്വാംശീകരിച്ച് അസിമിലേറ്റ് ചെയ്ത് he coalesced Hindi out of 12 central Indian dialects. പ്രാദേശിക ബോലി വാമൊഴിയായിരുന്നു. 12 ദേശീയ ഭാഷകളെ വരമൊഴിയാക്കി ഹിന്ദിക്ക് വ്യാകരണം നൽകി. ഹി പ്രൊഡ്യൂസ്ഡ് എ ബുക്ക് നോൺ ആസ് ദ ഗ്രാമർ ഓഫ് ഹിന്ദി. ഹിന്ദിയുടെ വ്യാകരണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി 1880 മിഷണറി സാമുവൽ ഹെൻറി കെല്ലോഗാണ് ഹിന്ദി ഭാഷ സൃഷ്ടിച്ചത്. ഹിന്ദി ഭാഷ സൃഷ്ടിച്ചു, വ്യാകരണം നൽകി. ഇന്നും അദ്ദേഹത്തിന്റെ വ്യാകരണ പുസ്തകമാണ് യൂണിവേഴ്സിറ്റികൾ ആധികാരികമായ ഹിന്ദി വ്യാകരണ പുസ്തകമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 1880. അപ്പൊ ഹിന്ദി പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഹിന്ദിയിൽ നാം പുസ്തകമുണ്ടാക്കി, സ്കൂളുകൾ തുടങ്ങി, കോളേജ് ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി, ഹിന്ദിയിൽ പത്രങ്ങൾ ഉണ്ടാക്കി, പുസ്തകങ്ങൾ ഉണ്ടാക്കി. ഈ മന്ത്രിയെ മന്ത്രിയാക്കി ഹിന്ദി പറയാൻ പഠിപ്പിച്ചു അദ്ദേഹം. എന്നിട്ട് നമ്മെ ചീത്ത വിളിക്കുകയാണ്, ഹിന്ദി ഭാഷയെ ചീത്ത വിളിക്കുകയാണ്. ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ നശിപ്പിച്ചു. അതങ്ങനെയല്ല എന്ന് പറയുവാൻ, നന്ദി കെട്ടവനെ എന്ന് പറയുവാനാണ് ഞാൻ ഈ പുസ്തകം ഇറക്കിയത്. നമ്മൾ അങ്ങനെ ആയിക്കൂടാ. രാജ്യത്തെ രാജ്യമാക്കിയത് ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ട് വന്ന ക്രൈസ്തവ വേലക്കാരാണ്. ഞാൻ ഇന്നലെ ശശി തരൂരുമായിട്ട് ദീർഘമായി സംസാരിക്കുകയുണ്ടായി. ശശി തരൂർ ഒരു പുസ്തകം എഴുതി. He has written, ശശി തരൂർ, the era of darkness, the British Empire. ഞാൻ സമ്മതിച്ചു ശശി, ഐ അഗ്രി വിത്ത് യു. ഇന്നിവിടെ ബ്രിട്ടീഷ് എംപയർ, അതർ എംപയർ, ദേ കെയിം, അവർ വന്നു, ഇവിടെ നശിപ്പിച്ചു, ദേ ലൂട്ടഡ്. ഐ അഗ്രി വിത്ത് യു. ബട്ട് അത് അന്ധകാര യുഗമായിരുന്നു എന്നാണ് ശശിയുടെ വാദം. സമ്മതിച്ചു, ആകട്ടെ, അവരെന്തും ചെയ്യട്ടെ. പക്ഷേ അതിന്റെ മധ്യേ വിദേശീയ മേധാവിത്വം എതിർത്തിരുന്ന ഒരു ചെറിയ കൂട്ടർ ഇവിടെ വന്നു. അവരുടെ പേരാ ക്രൈസ്തവ വേലക്കാരൻ. അത് നിഷേധിക്കാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, ശശി, അതാണ് നീ അങ്ങ് ഇനി ഒരു പുസ്തകം ഞാൻ എഴുതണമെന്ന് പറഞ്ഞു. ആ അന്ധകാര യുഗത്തിൽ കഴിഞ്ഞ 200-300 വർഷങ്ങൾക്കുള്ളിൽ ഒരു ചെറിയ കൂട്ടർ വന്നു. അവർ ക്രൈസ്തവ വേലക്കാരായിരുന്നു. ക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് വന്ന് ത്യാഗം അനുഭവിക്കാൻ വന്നവരാണ്. അവിടെ വന്നു. മന്ത്രി നമ്മെ ഓർപ്പിച്ചല്ലോ, അവരുടെ ജീവിതം ഇവിടെ ഒഴിഞ്ഞു വെച്ചു. അവരിവിടെ വന്ന് പ്രവർത്തിച്ചു. ഏതെല്ലാം മേഖലയിൽ? ഒന്ന്, ഭാഷകളുടെ വികാസം.
അപ്പൊ ഹിന്ദി ഭാഷ വികസിപ്പിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണ്. ഇന്ന് ശ്രീ നരേന്ദ്രമോദി വളരെ ശക്തമായിട്ട് ഹിന്ദി ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹം അറിയുന്നുണ്ടോ ഈ ഹിന്ദി നമ്മൾ സൃഷ്ടിച്ചതെന്നുള്ളത്? അറിയുന്നില്ല. അദ്ദേഹത്തെ ഞാൻ കാണാൻ പോവുകയാണ്. ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ അഹമ്മദാബാദില് എന്റെ ഒരു വലിയ ഒരു പ്രൊഫഷണൽ മീറ്റിംഗ് അവരെ അറേഞ്ച് ചെയ്തു. അവരൊരു ഒരു ലീഫ്ലെറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ലീഫ്ലെറ്റുമായിട്ട് ഒരാൾ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി ഈ ലീഫ്ലെറ്റ് അടിച്ചു തരണമെന്ന് പറഞ്ഞു. ആ പ്രിന്റിംഗ് പ്രസ്സുകാരൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവിടെ നശിപ്പിച്ചു, ആ ലീഫ്ലെറ്റ് അടിച്ചു തന്നില്ല. ഞാൻ അദ്ദേഹത്തിന് കാണാൻ ശ്രമിക്കുകയാണ് ആ പ്രിന്ററെ. 1819 ആദ്യമായിട്ട് ഗുജറാത്തി ഭാഷയിൽ ഗുജറാത്തി വ്യാകരണം എഴുതിയത് മിഷണറി സ്കിന്നർ ആൻഡ് മിഷണറി ഫൈവി. 1820 ആദ്യമായിട്ട് ഗുജറാത്തിയിൽ ഒരു നിഘണ്ടു ഉണ്ടാക്കിയത്. അത് മാത്രമല്ല 1822 മിഷണറി സ്കിന്നറും ഫൈവിയും ചേർന്നിട്ട് ഗുജറാത്തിൽ സൂറത്ത് മിഷൻ പ്രസ് തുടങ്ങുന്നത്. ഇന്ന് പ്രിന്ററായിരിക്കുന്ന ആ ഗുജറാത്തി മനുഷ്യനുണ്ടല്ലോ, പ്രിന്ററായത് നമ്മൾ ഇവിടെ പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവന്നുകൊണ്ടാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഇവിടെ നശിപ്പിച്ചു എന്ന് പറയുന്നു. ഈ അസംബന്ധമാണ് ഇവിടെ എല്ലാം ഇന്ന് ഉരുവിട്ടിരിക്കുന്നത്. ഇതൊന്ന് നിർത്തിയേ മതിയാവും. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലെന്ന്. അല്ല, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല, എന്നാൽ ഇതാണ് സത്യം. ഞാനൊരു പത്രപ്രവർത്തനമാണ്. ഞാൻ പാർലമെന്റിൽ പോകാറുണ്ട്. പാർലമെന്റിന് മുന്നിൽ എഴുതിയിട്ടുണ്ട്, സത്യമേവ ജയതേ. എവിടെ സത്യം? അസത്യത്തിന്റെ മുന്നിൽ കള്ളം പറഞ്ഞുകൊണ്ട്, പൊയ് പറഞ്ഞുകൊണ്ട് ഇന്ന് ചരിത്രത്തെ കെട്ടിപ്പടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞു, സത്യത്തെ തമസ്കരിക്കാൻ എത്ര നാളും ഒക്കത്തില്ല. യു ക്യാൻ നെയിൽ ട്രൂത്ത് ഓൺ ദ ക്രോസ്, യു ക്യാൻ ബറി ദ ട്രൂത്ത് ഇൻ ദ ടൂംബ്, ബട്ട് ഓൺ ദ തേർഡ് ഡേ ട്രൂത്ത് വിൽ റൈസ് അപ്പ്. നിങ്ങൾക്ക് സത്യത്തെ ക്രൂശിക്കുവാൻ കഴിയും, കശ്യത്തെ കബറത്തിൽ ഇടാനും കഴിയും, കല്ലറയിൽ വെക്കുവാൻ കഴിയും, എന്നാൽ മൂന്നാം നാൾ സത്യം ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് ദേശം മൊത്തം അസത്യം വിളമ്പുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടേ മതിയാവും. ഈ കോൺഫറൻസിന്റെ ലക്ഷ്യം അതാണ്. ഭാഷകൾ ഹിന്ദി മാത്രമല്ല, ഗുജറാത്തി മാത്രമല്ല, കഴിഞ്ഞ 150 200 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ വിശകലനം ചെയ്ത 120 ഭാഷകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടുപിടിച്ചത്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. കണ്ടുപിടിച്ചത് ഇവിടെ വന്ന ക്രൈസ്തവ വേലക്കാര്, ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ് 85 നിഘണ്ടുക്കൾ, 116 വ്യാകരണ പുസ്തകങ്ങൾ, 45 പത്രങ്ങൾ ക്രൈസ്തവ മിഷണറിമാരാണ് 200 180 വർഷം മുമ്പ് ഇവിടെ പ്രസിദ്ധീകരിച്ചത്. ഇവിടെ ആരുണ്ട്? 200 വർഷം മുമ്പ്, 180 വർഷം മുമ്പ് ഇവിടെ ആരുണ്ട്? നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാനാക്കിയത് ആരാണ്? ഈ ഭാരതത്തെ ഭാരതമാക്കിയത് ആരാണ്? ഭാരതത്തിലെ അന്ധകാര ശക്തികൾക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ആരാണ് മുന്നോട്ട് നീങ്ങിയത്? ഒന്ന്, ഭാഷകളുടെ വികാസം. അത് തന്നെ പല മേഖലകൾ. ഒന്ന്, മോഡേണൈസേഷൻ ഓഫ് ദ സ്ക്രിപ്റ്റ്. ലിപികളുടെ അധുനവൽക്കരണം നടത്തിയത് ആരാണ്? നമുക്ക് കേരളത്തിലേക്ക് തന്നെ തിരിഞ്ഞു പോകാം. ഇതിന്റെ ഒരു സെമിനാർ ഇനിയുമുണ്ട്. സാമുവൽ നെല്ലിമുളക് എടുക്കുന്നുണ്ട് അധുനവൽക്കരണം, അതിനെപ്പറ്റിയുള്ളത്. നമ്മുടെ ആദ്യത്തെ ലിപി, ആ ലിപി ഇപ്പൊ നമുക്ക് വായിക്കാനൊക്കത്തില്ല, അത് നമുക്ക് മനസ്സിലാകത്തില്ല. 1811 എഴുതിയ കൊരിയർ പ്രസിൽ അടിച്ച 4 സുവിശേഷമാണ് ആദ്യത്തെ ഗദ്യം എന്ന് പറയുന്നത്. അത് തന്നെ നമുക്ക് ശരിയായിട്ട് വായിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ആ ലിപികളെ, മലയാള ലിപികളെ അധുനവൽക്കരണം ചെയ്തത് ആരാണ്? നമ്മൾ കേട്ട് കാണും ബെയിലിയുടെ ഉരുള, അല്ലേ? പള്ളിക്കാവിനൊക്കെ അറിയാം. ബെയിലി പണ്ട് നമുക്ക് ചതുര വടിവായിരുന്നു. ഉരുള ഉണ്ടാക്കി ഇന്ന് നാം ഉപയോഗിക്കുന്ന ഈ സ്ക്രിപ്റ്റ് ലിപി ആരാ ഉണ്ടാക്കിയത്? മിഷണറിയാ. ഇംഗ്ലണ്ടിൽ നിന്ന് വന്നു. ജർമ്മൻ കുണ്ടർത്ത് എവിടെ നിന്ന് വന്നു? ജർമ്മനിയിൽ നിന്ന് വന്നു. എന്നിട്ട് അനേക ആയിരം മിഷണറിമാർ ഇവിടെ വന്നു. എന്തിനാണ്? ഇവിടുത്തെ മാതൃഭാഷ വികസിപ്പിക്കുവാൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, 1652 മാതൃഭാഷകളിൽ 230 മാത്രമേ ആധുനിക ലിപികളുള്ളൂ. അതെല്ലാം വികസിപ്പിച്ചത് ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സ്, ബൈബിൾ വിവർത്തകരാണ്, ക്രൈസ്തവ വേലക്കാരാണ്. അതിന്റെ വ്യക്തമായ തെളിവുകൾ ഞാൻ ഇതിന്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാവുന്നതാണ്. ഞാൻ ഇത് ഡോക്ടർ മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്നു. ദീർഘമായിട്ട് അദ്ദേഹമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. അദ്ദേഹം വളരെ അഭിമാനത്തോടാണ് പറഞ്ഞത്, ക്രൈസ്തവ മിഷണറിമാരുടെ സേവനത്തെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നുവെന്ന്. അറിവുള്ളവർക്കറിയാം, ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെയൊക്കെ തമസ്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അത് സാരമില്ല, ചെയ്യുന്നവർ ചെയ്യട്ടെ. എന്നാൽ സത്യം നാം പറഞ്ഞേ മനസ്സിലാകും. We need to enlighten ourselves and empower ourselves on what our contribution is to the nation. നവഭാരതം സൃഷ്ടിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഇവിടെ വന്ന ഇന്ന് ഇന്ത്യക്കാരായ ധാരാളം പേരാണ്.
ഒന്ന് ലിപികളുടെ ആധുനികവൽക്കരണം, 2 വ്യാകരണം നൽകിയത്. എല്ലാ ഭാഷയ്ക്കും വ്യാകരണമുണ്ട്. എന്നാൽ വ്യാകരണത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കാവുന്ന രീതിയിൽ ശാസ്ത്രീയ പുസ്തകങ്ങൾ, ശാസ്ത്രീയമായ വ്യാകരണ പുസ്തകങ്ങൾ എല്ലാം തന്നത് ക്രൈസ്തവ മിഷണറിമാരാണ്. 3 നിഘണ്ടുക്കൾ. നിഘണ്ടു മറ്റു ഭാഷകൾ പഠിക്കാനുള്ള വാക്കുകളുടെ അർത്ഥം തന്നെ നിഘണ്ടു. നിങ്ങൾക്കറിയാം ഗുണ്ടത്തിന്റെ 3 വോളിയം നിഘണ്ടു എന്തൊരു ആധികാരിക ഗ്രന്ഥമാണെന്നറിയാമോ? ഇറ്റ്സ് ആൻ എൻസൈക്ലോപീഡിയ. എടുത്താ പൊങ്ങത്തില്ല. 3 കൊണ്ട് നിഘണ്ടു, അതൊക്കെ കാണേണ്ടതാണ്. പിന്നീടുണ്ടായ എല്ലാ നിഘണ്ടുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുണ്ടത്തിന്റെ നിഘണ്ടുവാണ്. വിശദമായിട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇത് വാങ്ങിക്കുന്നത് കുറച്ച് കോപ്പിയുള്ളൂ. ഇതെല്ലാം ഇവിടെ എത്തും. 10,000 കോപ്പി അടിക്കുന്നുണ്ട്. ഇവിടെ എത്തും. കേരളം മൊത്തം ഞാൻ വരാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യ മൊത്തം പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമായി, ഡയബറ്റീസ് 27 വർഷമായി. എന്നാൽ ഇതൊരു ദൗത്യമാ. മരണം വരെ ഓടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഭാരതത്തെ ഭാരതമാക്കിയത് ബൈബിളാണെന്ന് ഉച്ചൈസ്വരം പ്രസ്താവിക്കുകയാണ് എന്റെ ദൗത്യം. വീഴുന്ന വരെ ഓടാൻ ഭാര്യ പറഞ്ഞിരിക്കുകയാണ്. ഓടും. ഇതാണ് കാരണം. ഈ